ലഞ്ച് ബോക്സിലേക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റൈസിൻ്റെ റെസിപ്പി നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസിന്. നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ഗാർലിക് എഗ് റൈസാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് വെളുത്തുള്ളി ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കാവേ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും പൊടികളും മതി. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യോ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെല്ലാ സ്പൈസസുകളും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഗാർലിക്കില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ 3 മുട്ടയാണ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മുട്ട അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാലേ ഉള്ളൂ ഇതുപോലെ പീസായിട്ട് കിട്ടത്തുള്ളേ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇല്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഗാർലിക് റൈസ് റെഡിയായി. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അങ്ങ് വിതറി കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ് മല്ലിയിലയും കൂടി ഇടുമ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലഞ്ച് ബോക്സിലേക്ക് പെട്ടെന്ന് കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. മോൻ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.